ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 16. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. വിവർത്തനം. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ, വ്യഥ എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഒരു ഭക്തന് ആരെങ്കിലും പണം നൽകുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ പണത്തിനു വേണ്ടി ഭക്തൻ യത്നിക്കരുത്. ഈശ്വര കാരുണ്യത്താൽ താനീ ധനം ലഭിക്കുകയാണെങ്കിൽ അയാൾക്കതുകൊണ്ട് ഇളക്കമുണ്ടാവില്ല. ഭക്തൻ പതിവായി പ്രഭാതത്തിൽ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാൻ എഴുന്നേൽക്കും. ദിവസം തോറും 2 തവണയെങ്കിലും സ്നാനം ചെയ്യും. അതിനാൽ സ്വാഭാവികമായി അയാൾ ബാഹ്യമായും ആന്തരികമായും വിശുദ്ധനാണ്. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സാരമെന്തെന്നറിയുന്നതുകൊണ്ടും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും ഭക്തൻ നിപുണനായിരിക്കും. അയാൾ ഒരു പ്രത്യേക കക്ഷിയിലും പെടില്ല. അങ്ങനെ സ്വതന്ത്രനുമാണ്. അയാൾ എല്ലാ ഉപാധികൾക്കും അതീതനാകയാൽ ഒരിക്കലും വേദനിക്കുന്നില്ല. ഈ ശരീരം ഒരു ഉപാധിയാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ശാരീരിക വേദനകൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഭക്തിയുത സേവനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായുള്ള ഏതൊരു പ്രവൃത്തിക്കും അയാൾ ഒരുങ്ങുകയില്ല. ഉദാഹരണത്തിന്, വലിയ ഒരു കെട്ടിടം പണിയാൻ ഒട്ടേറെ ശക്തി വിനിയോഗിക്കേണ്ടതുണ്ട്. തൻ്റേതായ ഭക്തിയുത സേവനത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്നതല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി അയാൾ ഏറ്റെടുക്കുകയില്ല. കൃഷ്ണനു വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാനും തത്സംബന്ധമായി ഏതു ക്ലേശവും സഹിക്കാനും ഒരുങ്ങിയേക്കാം. പക്ഷേ സ്വന്തം ബന്ധുക്കൾക്കു വേണ്ടി മണിമന്ദിരം നിർമ്മിക്കുകയില്ല. ശ്ലോകം 17. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യഃ സമേ പ്രിയഃ. വിവർത്തനം. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. ഭാവാർത്ഥം. ഒരു വിശുദ്ധ ഭക്തന് ഭൗതിക ലാഭനഷ്ടങ്ങളിൽ സന്തോഷമോ സന്താപമോ തോന്നാറില്ല. ഒരു ശിഷ്യനെയോ മകനെയോ ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുകയുമില്ല. തനിക്ക് നന്നേ പ്രിയപ്പെട്ടതെന്തെങ്കിലും നഷ്ടമാവുമ്പോൾ അയാൾ വിലപിക്കുകയുമില്ല. താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയുമില്ല. ശുഭങ്ങളും അശുഭങ്ങളും പാപപങ്കിലങ്ങളുമായ പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭക്തൻ. ഭഗവത് പ്രീതിക്ക് വേണ്ടി ഏതാപത്തും ചുമക്കാൻ തയ്യാറാണ് അയാൾ. തൻ്റെ ഭക്തിയുത സേവനം നിറവേറ്റുന്നതിൽ യാതൊന്നും തടസ്സമല്ല തന്നെ. അങ്ങനെയുള്ള ഭക്തനോടത്രേ കൃഷ്ണന് ഏറ്റവും സ്നേഹം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.